അപ്പൊ സ്കാനിങ് എല്ലാം കഴിഞ്ഞു. ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യമേ പ്രിൻസ്. നമ്മുടെ സന്തോഷത്തിന് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അനാമിക വിഷ്ണുസ് ടോപ്പിക്. അപ്പോൾ ഗൈസ്, അമ്മ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് മേളിൽ പോയിട്ടുണ്ട്. അപ്പോൾ എന്താവുമെന്ന് അറിഞ്ഞുകൂടെ. ആദ്യമായിട്ട് അമ്മേൻ്റെ കൂടെ ഇങ്ങനെ സ്കാനിങ്ങിന് ഞങ്ങളെല്ലാവരും വരുന്നത് ഒന്നിച്ച്. അപ്പം നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുവാവേൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കാം. അപ്പം അമ്മ വിളിക്കില്ലേന്ന് നോക്കാം. നമ്മളിവിടെ താഴെ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുവാണ്. എന്തോ ആവുമെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫുള്ള് കാണണം കേട്ടോ, എന്തോ ആവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബേബീൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇതാണ് ഫസ്റ്റ് ബേബി കേട്ടോ. ഈ കാണുന്നതാണ് ഹാർട്ട് ബീറ്റ്. ഇത് രണ്ടാമത്തെ ആള് ഹാർട്ട് ബീറ്റ് കേൾപ്പിച്ചേരട്ടെ. ഒന്നുകൂടെ ഹാർട്ട് ബീറ്റ് കേൾക്കണോ? ഇത് ഫസ്റ്റ് ബേബി, സെക്കൻഡ് ബേബി, ട്വിൻസ്. അപ്പോൾ നമ്മുടെ സന്തോഷത്തിന് നമ്മുടെ ഇവിടുത്തെ സിസ്റ്റർമാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ലഡു വാങ്ങിച്ചിട്ടുണ്ട്. അത് കൊടുക്കാം. ലഡു കൊണ്ട് ആദ്യം പ്രിൻസ്, പിന്നെ ജിൻസ്, ഇപ്പൊ ടിൻസ്. രണ്ടാണ് ഡബിൾ ഡബിൾ ഡബിൾ. കൊച്ചു കളി. ഈ ഒരു ദിവസം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു സ്പെഷ്യൽ ദിവസം കേട്ടോ. അതിൻ്റെതായ സന്തോഷമുണ്ട്. അപ്പൊ സ്കാനിങ് എല്ലാം കഴിഞ്ഞു. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യം എന്താന്ന് അറിയാമോ? ഒന്ന് പറഞ്ഞേ അമ്മ. ഏടം പറയട്ടെ. നമുക്ക് ഇരട്ട കുട്ടികളാ. ആദ്യമേ പ്രിൻസ്, പിന്നെ ജിൻസ്, ഇപ്പൊ ടിൻസ്. ഇപ്പൊ നമ്മുടെ ഉണ്ണിമോക്ക് കൂട്ടായിട്ട് വരാൻ പോകുന്ന 2 പേരാ. അപ്പൊ ഞങ്ങൾക്ക് വരാൻ പോകുന്ന വാവകൾക്ക് വേണ്ടി നിങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കണം. അപ്പം ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. ഫുഡ് ഇരട്ടക്കുട്ടികളുടെ അച്ഛനായിട്ട് ഇന്നത്തെ ഫുഡ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ. എനിക്ക് 2 മുട്ട, 2 ചിക്കൻ ബിരിയാണി, എല്ലാം ഇരട്ടിയായി, എല്ലാം ഡബിൾ ആയിരിക്കും. 2 മന്തി. അനാമിക്ക് എനിക്ക് 2 ഊണ്, എല്ലാം ഡബിളാ. ഫ്രൈഡ് റൈസ് മതി, ഫ്രൈഡ് റൈസ് മതി. എല്ലാം ഡബിളാ. കൊച്ചിന് 28 വരുമ്പോ എല്ലാം ഡബിളായിട്ട് കേറ്റുന്നതൊക്കെ ഡബിളാക്കി ഇറക്കണം. ആ ഭാഗത്ത് കേൾക്കുന്നില്ല, പ്രഭു കേൾക്കുന്നില്ല. അതെ, ആ ഒരു സൈഡ് മാത്രം കേൾക്കുന്നില്ല. പറഞ്ഞാ മതി. ഷൈജുവിന് ഈ അവസരത്തിൽ എന്താ പറയാനുള്ളേ? ഈ അവസരത്തിൽ പറയാനുള്ള സന്തോഷം മാത്രം. ഇപ്പൊ ഒരാളെ പ്രതീക്ഷിച്ച് 2 പേരല്ലേ വന്നേ. അപ്പൊ അത് വലിയൊരു സന്തോഷം. ഒന്നാമത് നമ്മളാ വീഡിയോ ഇട്ടപ്പോഴത്തേന് നല്ല റീച്ച്, ഒത്തിരി സപ്പോർട്ട് ഉണ്ടായിരുന്നു. അന്നേരം 2 ബേബിയുടെ ആണെന്ന് അറിയുമ്പോഴത്തേന് എല്ലാവർക്കും ഒത്തിരി സന്തോഷം കൊണ്ട് ഇരിക്കാം വയ്യേ. ഞങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞറിയിക്കാവുന്നതിനപ്പുറമായിരുന്നു കേട്ടോ അത് കേട്ടപ്പോൾ ഉള്ള സന്തോഷം. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും ഒക്കെ ഇത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാവും ഞങ്ങൾക്ക് അറിയാൻ കേട്ടോ. ഒരാളെ പ്രതീക്ഷിച്ചിരുന്ന് ഞങ്ങൾക്ക് ദൈവം 2 പേരെയാണ് തന്നിരിക്കുന്നത്. ആ ഒരു സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് സത്യത്തിൽ അറിയത്തില്ല. ദൈവം പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്ക് ചില സന്തോഷങ്ങൾ തരുമെന്ന് പറഞ്ഞിട്ടില്ലേ, അതാട്ടോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കൂടെ അത് കുറച്ച് മുമ്പ് കടന്നുപോയ നിമിഷം.
ഹലോ ഗൈസ്, നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് സത്യത്തിൽ ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം നമ്മൾ ഒരാൾ പ്രതീക്ഷിച്ചിടത്താണ് 2 പേര് വരാൻ പോകുന്നത്. അപ്പോൾ ആ സന്തോഷം എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കേണ്ടതെന്ന് സത്യത്തിൽ അറിയത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോയും കൂടെ ചെയ്യാമെന്ന്. അപ്പം നമ്മുടെ സ്നേഹിക്കുന്നവർക്ക് ഇത് കേൾക്കുമ്പോൾ ഇരട്ടി മധുരമായിരിക്കും. പിന്നെ നമ്മൾ ഈ നെഗറ്റീവ് പറയുന്നവർക്ക് പിന്നെ പറയണ്ടല്ലോ, അവർക്ക് കുശുമ്പ് കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് ഈ നെഗറ്റീവ് പറയുന്നവർക്ക് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സ്നേഹിക്കുന്നവരടുത്ത് എന്നും സ്നേഹം മാത്രം. അപ്പോൾ ഇനിയും തുടർന്ന് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം. കൂടാതെ ഞങ്ങൾ വരാൻ പോകുന്ന 2 പേർക്കും, വരാൻ പോകുന്ന പുതിയ 2 അതിഥികൾക്കും നിങ്ങളുടെ സ്നേഹം എന്നും വേണം. അതുപോലെ തന്നെ പ്രാർത്ഥനയും വേണം. 2 ആരോഗ്യമുള്ള നല്ല 2 കുഞ്ഞുവാവകളെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ടിൻസാന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇരട്ടി മധുരം വന്നത് വേറെ ഒന്നും കൊണ്ടല്ല. നമ്മുടെ ഉണ്ണിമോക്ക് കളിക്കാൻ വേണ്ടിയിട്ട് 2 പേരാണ് ഉണ്ണിമോക്ക് കൂട്ടായിട്ട് വരാൻ പോകുന്നത്. അപ്പം ആ ഒരാളെ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ പോയി ഞങ്ങൾക്ക് 2 പേരെ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ പറ്റി. അതിലേറെ സന്തോഷമുണ്ട് ഞങ്ങളുടെ അമ്മയ്ക്ക്, ഞങ്ങളുടെ ചാച്ചനും ഇതേപോലെ 2 അതിഥികൾ വരുന്നതിൽ. അപ്പം ഞങ്ങൾക്ക് കൂട്ടായിട്ട് ഇനി 2 പേരാണ് വരുന്നത്. ആ വരാൻ പോകുന്നത് അനിയന്മാരാണോ അനിയത്തിമാരാണോ എന്ന് അറിയത്തില്ല. ആരായാലും നിങ്ങളുടെ പ്രാർത്ഥന എന്നും ഞങ്ങളെ കൂടെ വേണം. ഞാൻ ഈ പറയുന്ന കാര്യം തന്നെ പിന്നെയും പറയുന്ന സത്യത്തിൽ സന്തോഷം കൊണ്ടാണ്. എനിക്കതെങ്ങനെ നിങ്ങളായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. അത്രയ്ക്ക് സന്തോഷമുണ്ട്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്ക് 2 ടിങ്സായിട്ട് 2 ഇരട്ട കുഞ്ഞുങ്ങൾ വരാൻ പോകുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ തന്നെ. എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ഇരട്ട പിള്ളേരെ കണ്ടിട്ടുണ്ട്, പക്ഷേ എൻ്റേത് എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം അനിയന്മാരും അനിയത്തിമാരും ടിങ്സ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് വേറെ ഫാമിലിയോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്കുള്ള ഈ ഒരു ഫാമിലിയാണ്. എൻ്റെ അമ്മ, ഷൈജോ ചാച്ചൻ, അതുപോലെ തന്നെ വർഷേച്ചി, സൂത്തേട്ടൻ, ഉണ്ണിയേണ, ഉണ്ണിമോള്, ഞങ്ങൾ ഈ 5 പേരടങ്ങുന്ന ഫാമിലിയിലേക്ക് ഇനി വരാൻ പോകുന്ന ഞങ്ങളുടെ അതിഥികൾക്ക് എന്നും നിങ്ങളുടെ പ്രാർത്ഥന വേണം. അപ്പോൾ ഇനിയും മുന്നോട്ട് നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളെ കൂടെ വേണം. അപ്പം ഇത്രയേ ഉള്ളൂ പറയാൻ. ഇനിയും ഞങ്ങളുടെ അതിഥികളുടെയും അതുപോലെ തന്നെ ഞങ്ങളുടെ അമ്മേൻ്റെയും വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വീഡിയോസും കാണണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തുമാവട്ടെ അത് താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഞാൻ വീണ്ടും പറയാണ്, ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഇത് ഇരട്ടി മധുരമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സ്നേഹത്തോടെ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാൻ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം എന്തുമാവട്ടെ അത് കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പം ഇനിയും പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.